ഒരുപാട് കാര്യങ്ങൾ ഈ വണ്ടിനെ പറ്റി റിവ്യൂ പോലെ പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. പലരും ചോദിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ എന്തിനാണ് ഹോണ്ട ചൂസ് ചെയ്തത്, റോയൽ എൻഫീൽഡ് ചൂസ് ചെയ്തുകൂടെ എന്ന്. നിലവിൽ ഇപ്പോൾ ഈ വണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. നമ്മൾ കുറേ കാലമായി മെയിൻ വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ നിലവിലിപ്പോൾ നമ്മളൊരു പുതിയ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള വണ്ടി ഹോണ്ടയുടെ ഹൈനസ് ആണ്. അതും ഫുൾ ബ്ലാക്കിലുള്ളൊരു വണ്ടിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ആളുകൾ ഒരുപാടായിട്ട് കമൻറ്റുകളായിട്ടും പേഴ്സണലായിട്ടും മെസ്സേജ് അയച്ചിട്ട് ഈ വണ്ടീനെ പറ്റി ചോദിക്കുന്നുണ്ട്. എന്താണ് അഭിപ്രായം, ഈ വണ്ടി ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഹോണ്ടയുടെ ഹൈനസ് ആണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്. അതും 3 ഓപ്ഷനാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ഓപ്ഷനാണ് ഈ കാണുന്നത്. എന്നിട്ട് നമ്മളിതിൽ എക്സ്ട്രാ ആക്സസറീസ് ലോഡ് ചെയ്തിട്ട് ഫുൾ ഓപ്ഷനിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ കാണുന്ന വണ്ടി. നിലവിൽ നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് 2000-ഓളം കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സർവീസും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പോസിറ്റീവ്സും നെഗറ്റീവ്സും എനിക്ക് ഈ വീഡിയോയിൽ പറയാനുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഒരു 350cc എഞ്ചിനാണ് ഈ വണ്ടിയിൽ നൽകിയിട്ടുള്ളത്. അതും ഹോണ്ടയുടെ എഞ്ചിനായതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഭയങ്കര റിഫൈൻഡ് ആയ വൈബ്രേഷൻ ഒന്നും ഇല്ലാത്ത ഒരു കിടിലൻ എഞ്ചിനാണ് ഈ വണ്ടിക്ക് നൽകിയിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഈ വണ്ടിനെ പറ്റി റിവ്യൂ പോലെ പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഒരുപാട് നമ്മളെ യൂട്യൂബിനകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് റിവ്യൂസും ഉണ്ട്. അപ്പോൾ നിലവിൽ ഈ വണ്ടി 2026 മോഡലാണ്. യൂട്യൂബിനകത്ത് 2026 ഓപ്ഷനിലുള്ള വണ്ടികൾ പൊതുവെ കുറവാണ്. ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ്റെ ആവശ്യം നമുക്ക് വരുന്നുള്ളൂ. ഫുൾ ഓപ്ഷനിൽ നമുക്ക് മെയിനായിട്ട് ബ്ലൂടൂത്തിൻ്റെ ഒരു ഓപ്ഷനും പിന്നെ ചെറിയൊരു മൈന്യൂട്ടായ 2-3 കാര്യങ്ങൾ അതിനകത്ത് വരുന്നുള്ളൂ. അതൊക്കെ നമുക്ക് എന്താ പറയുക, ആവശ്യമില്ലാത്തൊരു കാര്യമാണ് ഇതിനകത്ത് ബ്ലൂടൂത്ത് സിസ്റ്റം എന്ന് പറയുന്നത്. വലിയ യൂസായിട്ട് എനിക്ക് ഫീൽ ആയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ഫസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ള കാരണം. ഈ ഒരു വണ്ടിൻ്റെ ഓപ്ഷനിൽ മെയിനായിട്ട് മറുകാടിൻ്റെ കളർ ചേഞ്ച് ആണ് വരിക. ഫസ്റ്റ് ഓപ്ഷനിൽ ഒരു ഗ്രേ ടൈപ്പ് കളറാണ് വരുന്നത്. സെക്കൻഡ് ഓപ്ഷൻ ആണെങ്കിൽ നമ്മൾ ഈ ടാങ്കിൻ്റെ കളറിന് കാരണം ആ വണ്ടിയിൽ വരിക DLX പ്രോ ക്രോം എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷനിലാണ് നമ്മളെ ഹോണ്ട ഹൈനസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഏറ്റവും ടോപ്പ് എൻഡിലാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു ക്രോം ഫിനിഷിലുള്ള വണ്ടി നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹോണ്ടയുടെ RS ഉണ്ട്, അതേപോലെ തന്നെ CB350 ഉണ്ട്, അതൊന്നും എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യാത്തത് എന്നുള്ളത്. അപ്പം പേഴ്സണലി ലുക്ക് വൈസ് എനിക്ക് വണ്ടി വളരെ കംഫർട്ടാണ്. പിന്നെ പോരാത്തതിന് പില്യൻ കംഫർട്ട്, പുറകിൽ ഒരാൾ ലോങ് ആയിട്ട് റൈഡൊക്കെ പോകാന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഇതിനകത്ത് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. കൂടാതെ നമുക്കിതിൻ്റെ ഷോക്ക് 5 ലെയറായിട്ട് വരുന്ന ഷോക്കാണ്. നമുക്കത് ട്യൂൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ദൂരെ ആയിട്ട് ലോങ് ആയിട്ട് നമ്മൾ റൈഡൊക്കെ പോകുന്ന സമയത്ത് ഷോക്കൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നമുക്ക് അതിൻ്റെ ഒരു അപ്പും ഡൗണൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ നിലവിൽ വണ്ടി എടുത്തിട്ടുള്ളത് ടെമ്പററി ആയിട്ടായിരുന്നു. പിന്നെ നമുക്കൊരു 45 ദിവസമായിട്ടാണ് അതിൻ്റെ കറക്റ്റ് ടൈം വന്നിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്പർ ചൂസ് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളൊരു ഫാൻസി നമ്പർ നിലവിൽ എക്സ്ട്രാ റേറ്റ് കൊടുത്ത് സൈറ്റിൽ നിന്നൊക്കെ കയറിയിട്ട് നമ്മൾ അങ്ങനെ ചൂസ് ചെയ്തെടുത്ത നമ്പർ പ്ലേറ്റാണ് ഈ കാണുന്നത്. പലരും ചോദിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ എന്തിനാണ് ഹോണ്ട ചൂസ് ചെയ്തത്, റോയൽ എൻഫീൽഡ് ചൂസ് ചെയ്തുകൂടെ എന്ന്. ഇത് മെയിനായിട്ട് ചൂസ് ചെയ്യാനുള്ള കാരണം ഞാൻ റോയൽ എൻഫീൽഡ് ഓടിച്ച സമയത്ത് എനിക്ക് വണ്ടിയിൽ ഭയങ്കര വൈബ്രേഷൻസ് ഫീൽ ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു റൈഡിങ് പൊസിഷനും കംഫർട്ടും അത്രയ്ക്കും ഓക്കെ ആയി ഫീൽ ആയില്ല. ഈ ഒരു ബഡ്ജറ്റിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ വണ്ടിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ എഞ്ചിൻ്റെ കാര്യം പക്കാണ്. ഭയങ്കര റിഫൈൻഡ് ആയ വൈബ്രേഷൻസ് ഒന്നും ഇല്ലാത്ത ക്ലിയർ ആണ്. അതേപോലെ തന്നെ ഇപ്പം നിലവിലിപ്പോൾ ഞാൻ കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ദൂരയാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നൈസായിട്ട് സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിറ്റി റൈഡാണെങ്കിലും ഹൈവേ റൈഡാണെങ്കിലും പക്കായിട്ട് നമുക്ക് വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടായിരിക്കും ഈ ഒരു വണ്ടി തീറ്റി പോറ്റിയിട്ട് എത്ര മൈലേജാണ് കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ അതെനിക്ക് പറയാനുള്ളത്, ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് എനിക്കൊരു 30-35 ഉള്ളിലാണ് വരുന്നത്. പക്ഷേ ഇതിനകത്ത് ഏകദേശം 40 അടുത്ത് എഴുതി കാണിക്കുന്നുണ്ട്. നമ്മൾ ജെനുവിനായിട്ട് ചെക്ക് ചെയ്യുന്ന ടൈമിൽ 30-35 ഉള്ളിലാണ് എനിക്ക് മൈലേജ് കിട്ടുന്നത്. അത് നമ്മൾ ഈ ഒരു ലുക്ക് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ ആക്സസറീസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഞാൻ ഈ വീഡിയോനകത്ത് പറഞ്ഞുതരാം. നമ്മൾ വൈസർ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ ഈ ഒരു ഫ്രെയിം എക്സ്ട്രാ ആണ് വരുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഷോക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പൊടികളൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പ്രൊട്ടക്ഷൻ്റെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളതാണ്. കമ്പനി നമുക്ക് നിലവിൽ ഇതിനകത്ത് എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും തരുന്നില്ല. നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ കോമൺലി നമുക്ക് വേണ്ട സാധനമാണ് നമുക്ക് ക്രാഷ് കാർഡ്. വലുതല്ലാന്നുണ്ടെങ്കിലും ഒരു ചെറിയൊരു മൈന്യൂട്ടായ ക്രാഷ് കാർഡ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിക്കകത്ത് ഒറ്റ ഓണേ വരുന്നുള്ളൂ. അതിൻ്റെ സൗണ്ട് വലിയൊരു കുമ്മില്ലാത്ത സൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഹോൺ നേരെ ഡബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു എക്സ്ട്രാ ഫിറ്റിങ്സ് പറയാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഞാനൊരു എൻജിൻ ഗാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. എൻജിന് വല്ല കല്ലും മുള്ളൊന്നും തട്ടി അതിനൊരു ഇത് വരണ്ടെന്ന് വെച്ചിട്ട് അതും കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മളെ ടാങ്കിൽ ഞാൻ ചെറിയൊരു
ഒരു പ്രൊട്ടക്ടർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് വണ്ടിക്കകത്ത്. പിന്നെ അതേപോലെ ലോങ് യാത്രയ്ക്ക് വരുമ്പോൾ ലഗേജൊക്കെ പുറകിൽ നമുക്ക് കംഫർട്ടായിട്ട് കെട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു കമ്പി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിലവിലിപ്പോൾ ഈ വണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ഞാൻ വണ്ടി വാങ്ങിയ സമയത്ത് എനിക്ക് കുറച്ച് നെഗറ്റീവ്സ് ഇതിനകത്ത് ഫീൽ ആയിട്ടുണ്ട്. അതാണ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പറയാന്നുണ്ടെങ്കിൽ നമ്മളൊരു ബാക്കിൽ പില്ലിയനെ വെച്ചിട്ട് ഒരു ഹെവി ആളെ വെച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഭയങ്കര ഒരതുന്നൊരു ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വണ്ടി വാങ്ങി വരുന്ന ടൈമിൽ എനിക്ക് ഫീൽ ആയതാണ്. അപ്പോൾ ഞാൻ കമ്പനിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ സൊല്യൂഷനൊക്കെ അതിനകത്ത് കണ്ടെത്തിയിട്ട് ഷോക്ക് മാറ്റണം എന്നായിരുന്നു ഫസ്റ്റ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിലവിലിപ്പോൾ ഫൈൻഡ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഷോക്കിൻ്റെ ഇഷ്യൂ അല്ല, ചെയിനിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മൾ പുതുതായിട്ട് നിങ്ങൾ വണ്ടി വാങ്ങുന്നുണ്ടെങ്കിൽ അപ്പോൾ യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യമൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അപ്പം ഈ ഒരു ലൈറ്റ് ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നല്ല ലുക്കായിട്ട് കാണുന്നുണ്ടാവും, പക്ഷേ രാത്രി ഈ ലുക്കൊന്നുമില്ല. മുന്നിൽ കാണുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ ഫോഗ് ലൈറ്റും കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യേണ്ടി വരും. പിന്നെ ഇപ്പോൾ ഇറങ്ങുന്ന 2026 മുതലുള്ള വണ്ടിക്കൊക്കെ ഈ ഷോക്കിനകത്തൊരു കപ്പ് ഇവർ ആഡ് ചെയ്തിട്ടാണ് തരുന്നത്. ഷോക്കിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പം നിലവിൽ ഈ ഒരു ഷോക്കിന് ആ പുറത്ത് കാണുന്ന കമ്പി ഫുള്ളും ആ കപ്പിൽ ഒരതി ഒരു പാട് വരുന്നുണ്ട്. അത് പിന്നീടേക്ക് ഗുണമാവോ ദോഷമാവോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഇതിനായിട്ട് നമ്മൾ വണ്ടിക്കകത്ത് നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് കുറേ ഒരതുന്ന സൗണ്ടുകളൊക്കെ കേൾക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ ചെക്ക് ചെയ്ത സമയത്താണ് മനസ്സിലായത് നമ്മൾ ഈ ഒരു ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് ആണെങ്കിലും ബ്രേക്ക് പാഡിൻ്റെ ഉള്ളിൽ ഒരുപാട് മൈന്യൂട്ടായ ചെറിയ സാധനങ്ങളൊക്കെ വന്ന് പറ്റി പിടിക്കും. അപ്പോൾ അത് നമ്മൾ ആ ഒരു റിമിൽ കടന്ന് വരുന്ന സൗണ്ടാണ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മറ്റൊരു കാര്യം, നമ്മളെ വണ്ടിയുടെ ചെയിൻ നമ്മൾ എപ്പോഴും ലൂബ് ചെയ്തിട്ട് കീപ്പ് ചെയ്യണം. ഒരിക്കലും നമ്മൾ ചെയിൻ ഡ്രൈ ചെയ്ത് വെക്കരുത്. ഡ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിൻ്റെ റൈഡിങ് കംഫർട്ടൊക്കെ നല്ല രീതിക്ക് തന്നെ റെഡ്യൂസ് ആയിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ നമ്മളെ ഫസ്റ്റ് സർവീസ് ഞാൻ ഈ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ വണ്ടി വാങ്ങാൻ പോകുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയ ഒരു കണ്ടന്റ് ആയിരിക്കും ഈ കാണുന്നത്. അപ്പോൾ നിലവിൽ 1000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസം എന്നാണ് ഫസ്റ്റ് സർവീസിൻ്റെ കണക്ക് വരുന്നത്. ഫസ്റ്റ് 3 സർവീസ് നമുക്ക് ഫ്രീ ആണ്. പക്ഷെ പക്ക ഫ്രീ നമുക്ക് വേണ്ടി പറയാൻ പറ്റില്ല. ലേബർ ചാർജും സർവീസ് ചാർജും മാത്രമേ അവർ കട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി നമ്മൾ ഓയിൽ ഒഴിക്കുകയാണെങ്കിലും ഫിൽറ്റർ ഒഴിക്കുകയാണെങ്കിലും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ അതിനകത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് സർവീസ് അറൗണ്ട് എനിക്ക് 2070 രൂപേൻ്റെ അടുത്ത് എനിക്ക് സർവീസ് ചാർജ് വന്നിട്ടുണ്ട്. മെയിനായിട്ട് എൻജിൻ്റെ ഓയിലും എൻജിൻ്റെ ഫിൽറ്ററുമാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ വണ്ടി മൊത്തത്തിൽ അവർ വാഷാക്കി തരും. നിലവിലിപ്പോൾ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് വയനാട്ടിലും പിന്നെ കോഴിക്കോട് ഭാഗത്തോട്ട് പോകുന്ന ഏരിയയിലൊന്നും വാഷിംഗ് ഒന്നും വലിയ പക്കായിട്ട് മെയിൻറ്റെയിൻ ആയിട്ട് പോകുന്നില്ല. പിന്നെ പല ആൾക്കാരും എന്നോട് ചോദിച്ച കാര്യമാണ്, ബ്ലാക്ക് വണ്ടിയല്ലേ ബ്രോ, എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, PPF ഒക്കെ ചെയ്യുന്നുണ്ടോ, PPFനെ പറ്റിയൊക്കെ അറിയോ, എന്താ കാര്യങ്ങളെന്നൊക്കെ. നിലവിൽ ഞാൻ റിസർച്ച് ചെയ്ത് എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ PPF വണ്ടിക്ക് ചെയ്യുന്നത് ബെറ്ററാണ്. നല്ല ക്വാളിറ്റിയുടെ നല്ല സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ ബെറ്ററാണ്. പക്ഷേ നമ്മൾ പീൽ ഓഫ് ചെയ്യുന്ന ടൈമിൽ പെയിൻ്റ് ഒന്നും പോകാത്ത രീതിയിലുള്ള സാധനമായിരിക്കണം നമ്മളെ വണ്ടിയിൽ ആഡ് ചെയ്യേണ്ടത്. അത്യാവശ്യം വാറൻറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പലർക്കുള്ള ഡൗട്ടായിരിക്കും എന്തെങ്കിലും ആയി കാട്ടിയിട്ടുണ്ടെങ്കിൽ കമ്പനി ഭാഗത്ത് നിന്ന് വാറൻറ്റി കിട്ടുമെന്ന്. കമ്പനി ഭാഗത്ത് നിന്ന് 100% ഒരു ഗ്യാരണ്ടി ഒരു സംഭവം ഇന്നേ വരെ അവർ കൊടുക്കുന്നില്ല. നമ്മളിത് എന്തെങ്കിലും ആക്സിഡൻറ്റോ എന്തെങ്കിലുമൊക്കെ ആവാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ചെയ്ത PPF റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ അതിന് ക്ലെയിമിന് വേണ്ടി കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു നെഗറ്റീവ് വശം കൂടി ഇതിനകത്തുണ്ട്. പിന്നെ നമ്മൾ കൊണ്ടുനടക്കുന്ന പോലെ ഇരിക്കും. വണ്ടി വാങ്ങിയിട്ട് വാറൻറ്റി വേണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ PPF ചെയ്യാണ്ടിരുന്നുണ്ടെങ്കിൽ വണ്ടി ഫുള്ള് സ്ക്രാച്ചായി അത് വേറെ രീതിയിലായി പോകും. ഗിയറിൻ്റെ ഭാഗത്തു നിന്നാണ്. ബാക്കിയുള്ള വണ്ടികളൊക്കെ ഫസ്റ്റ് ഗിയറിൽ ഏത് ഗിയറിൽ വേണമെങ്കിലും എങ്ങനെ സ്ലോ ആയിട്ടോ ഫാസ്റ്റ് ആയിട്ടോ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ ഒരു വണ്ടിനെ അപേക്ഷിച്ചിട്ട് നേരെ ഉൾട്ടയാണ് വരുന്നത്, ഓപ്പോസിറ്റാണ്. ഫസ്റ്റ് ഗിയറിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനകത്തേക്ക് മുകളിലേക്ക് വണ്ടി റൈസ് ആയി പോകില്ല. അപ്പോൾ ഗിയർ അപ്പും ഡൗണും പക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ചെയിൻ്റെ സോക്കറ്റ് ഫുള്ളാകെ അടിച്ചു പോകുന്നൊരു പ്രശ്നം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഈ ഒരു ഹോണ്ട ഹൈനസിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഒരു ഇൻഫർമേറ്റീവ് ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് അറിയാവുന്ന രീതിയിൽ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.